പ്രൈസ് ദി ലോർഡ്. മീകാപ്രവചനം 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. ഇവിടെ ധൈര്യത്തോടെ ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ വീണു എങ്കിലും ഞാൻ എഴുന്നേൽക്കും. ഒരു പ്രത്യാശയുടെ വചനം. 2, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമാകും. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും നമുക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ? നമ്മുടെ ഉള്ളിലുള്ള നിരാശയാണ്. ഇവിടെ വചനം പറയുന്നത്, ഞാൻ ഇരുന്നു വീണു എങ്കിലും ഞാൻ വീണ്ടും എന്ത് ചെയ്യും? എഴുന്നേൽക്കും. അതൊരു പ്രത്യാശയാ വചനം. വീഴാത്തവരാരാ? പ്രയാസങ്ങളില്ലാത്തവരാരാ? പ്രതികൂലങ്ങളില്ലാത്തവരാരാ? രോഗമില്ലാത്തവരാരാ? അപ്പൊ പല നിലയിൽ നമ്മൾ വീണു പോകാം. പക്ഷെ നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മൾ ധൈര്യത്തോടെ പറയണം, ഞാൻ വീണാലും ഞാൻ എഴുന്നേൽക്കും. കാരണം നമ്മെ എഴുന്നേൽപ്പിക്കുന്നത് നമ്മുടെ ആത്മബലമാണ്. ശത്രു നമ്മെ പല പ്രതികൂലങ്ങൾ കൊണ്ടുവന്ന് അടിച്ചു തറയിലിടുമ്പോൾ നമ്മുടെ ഉള്ളിനുള്ളിൽ നമുക്കൊരു പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ഒരു ആത്മബലമുണ്ട്. ആ ആത്മബലമുള്ള ദൈവവേദനാണ് എഴുന്നേൽക്കാൻ കഴിയുന്നത്. ആ ദൈവവേദന പറയുന്നത്, ഞാൻ വീണു എങ്കിലും ഞാൻ എഴുന്നേൽക്കും. പകൽക്കാലം എത്ര പേര് പറയും, ഞാൻ വീണ് കിടക്കുക, പക്ഷെ ഞാൻ ഇന്ന് പകൽക്കാലം എഴുന്നേക്കാൻ പോവുക. രണ്ടാമതോടെ പറയുന്നു, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എന്റെ വെളിച്ചമായിട്ട് വരും. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഈ വെളിച്ചം എവിടെയും എപ്പോഴും കയറി വരാം. ദൈവമതിലെ നീ ഇരുട്ടത്താണ് ഇന്ന് ഇരിക്കുന്നെങ്കിൽ അത്ഭുത വെളിച്ചമായ കർത്താവ് നിന്നിലേക്ക് കടന്നു വരാൻ പോവുക. സക്കായി എന്ന മനുഷ്യൻ ആഗ്രഹിച്ചത് യേശു കർത്താവിനെ ഒന്ന് കണ്ടാ മതിയെന്ന്. പക്ഷെ യേശു കർത്താവ് ആഗ്രഹിച്ചത് സക്കായിയുടെ കൂടെ വീട്ടിൽ പാർക്കണമെന്നാണ്. സ്തോത്രം. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇരുട്ടിനെ മാറ്റി വെളിച്ചം നൽകുന്ന ദൈവം നിങ്ങൾ വീട് കിടക്കുന്നിടത്ത് നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മയൊക്കെ ഒന്ന് ബലപ്പെടുത്താൻ പോവുകയാണ്. ആ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ ഒന്ന് താണിരിക്കും സഹോദരങ്ങളെ. വീണാലും ഞാൻ നിലംപരിചയാകയില്ല. പ്രതികൂലങ്ങൾ ധാരാളം വന്ന് ഞാൻ വീണു പോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും. സംഘർഷക്കാരൻ ഒരു ഭാഗത്ത് പറഞ്ഞ, ആറ്റരികത്ത് നട്ടിരിക്കുന്നു തക്ക കാലത്ത് പലക ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അടുത്ത വാക്ക് പറയുന്നു, ഉഷ്ണം തറ്റും, വാടിപ്പോത്തില്ല. കാരണം ആഴമേറിയ അനുഭവങ്ങളിൽ ദൈവകൃപയിലേക്ക് വേരൂന്നിരിക്കുന്ന ദൈവവേദന വാടിപ്പോത്തില്ല. ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞ, ഉള്ളിൽ നമുക്കൊരു ആത്മധൈര്യം ഉണ്ടാകണം. ആ ധൈര്യം കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ കൃപയാണ് ആ ധൈര്യം. എത്ര വേദനയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും അവിടെ നിന്ന് ദൈവം നിങ്ങളെ കരേറ്റുമെന്നുള്ള ഒരു പ്രത്യാശ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ശത്രു നമ്മളെ അടിക്കട്ടെന്ന്, ശത്രു നമ്മളെ തളർത്തട്ടെന്ന്, പക്ഷെ തളർച്ചയിൽ നിന്നും വീഴ്ചയിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്ന ജയാളിയായ ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്തോത്രം. അതുകൊണ്ടാ ഇവിടെ വിളിച്ചു പറഞ്ഞ വചനം നമ്മൾ വായിച്ചത്, ഞാൻ വീണു എങ്കിലും ഞാൻ എന്ത് ചെയ്യും? ഞാൻ എഴുന്നേൽക്കും. വീണ്ടും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് വീണാലും എഴുന്നേൽക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇരുട്ടിലിരുന്നാലും നമുക്ക് വെളിച്ചം വരുന്നത്? ദൈവം നമ്മുടെ നായകനായതുകൊണ്ട്. ഈ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് വിശ്വസിച്ചൊന്ന് സ്ഥിരപ്പെടുത്തിക്കാട്ട്. മറ്റു ചിന്താഗതികളൊക്കെ വിട്, വ്യാകുലതകൾ വിട്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളതായ ദ്രോഹങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് മറന്നുകള. യേശു നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. യേശു നിങ്ങളെ വീണെടുത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്നവനാണ്. വചനം പഠിപ്പിക്കുന്ന നല്ല ശബരിയക്കാരന്റെ കഥ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, കള്ളന്മാരെല്ലാം പിടിച്ചു പറിച്ച് അർത്ഥപ്രാണനായിട്ടിട്ട് അവർ പോയി. സഹോദരങ്ങളെ, എന്നെ നിങ്ങളെയും ലോകം അർത്ഥപ്രാണന്മാരാക്കി നമ്മളിൽ നിന്നുള്ള എല്ലാം പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. അല്ലേ? എന്നെ കേൾക്കുന്ന നിങ്ങൾ പലതും നഷ്ടപ്പെട്ടവരാ. നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു,
നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു, നിങ്ങളുടെ കുടുംബം നഷ്ടപ്പെട്ടു, പലതും 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 നിങ്ങൾക്കിന്ന് നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ദൈവം പറയുന്നു, നഷ്ടപ്പെട്ടതിന്റെ സാഹചര്യത്തിൽ നിന്നും ദൈവം നിങ്ങളെ പിടിച്ചുയർത്തുന്ന ഒരു ദൈവമാണ്. ഇല്ലായ്മയിൽ നിന്നും ഭൂമിയിലുള്ള സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഈ പകൽക്കാലം വിശ്വസിച്ച് ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ ഇരുട്ടിനെ മാറ്റി വെളിച്ചം നൽകാൻ പോവുകയാണ്. വിശ്വസിക്കുക. ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചു, വിശ്വസിച്ചോ, നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറായിക്കോ. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.